ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ലെങ്കിൽ 3 കാര്യങ്ങൾ. 1, ജീവിച്ചിരിപ്പുള്ള ഒരാൾ ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഉമ്മയാണ് മരിച്ചത് അല്ലെങ്കിൽ ഉപ്പയാണ് മരിച്ചത്, ഒരാളുണ്ട്, അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മരിച്ചുപോയ ആളെ കൂടി അതൊരു സന്തോഷിപ്പിക്കലാവും. ഇവരെ കൂടുതൽ സന്തോഷിപ്പിച്ചാൽ അതുകൂടി മേക്കപ്പ് ചെയ്തു പോകും എന്ന് ചുരുക്കം. ഒന്നതാണ്, ഉമ്മയേ ഉള്ളൂ, നല്ലോണം സന്തോഷിപ്പിക്കുക. ഉപ്പാനെ കൂടുതൽ സന്തോഷിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയി, അല്ലെങ്കിൽ ഉപ്പ മാത്രമേ ഉള്ളൂ, ഉമ്മ പോയി, അപ്പോൾ ഉപ്പാന്റെ കൂടെ തന്നെ പരമാവധി സമയത്തുണ്ടാവുക. എന്നാൽ ഉമ്മാക്കും സന്തോഷവും ഉപ്പാക്കും സന്തോഷവും, അത് മേക്കപ്പ് ചെയ്തു പോകും. 1. 2, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുക. അത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. മക്കൾ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ബാക്കി ഖബറാളികളോട് ഈ ഉപ്പയും ഉമ്മയും അഭിമാനപൂർവ്വം പറയത്രേ, അവരും ഓരോരുത്തർ അസ്സലാമു അലൈക്കും ദാറ ഖൗമിയൽ മുഅ്മിനീൻ എന്ന് സലാം പറയും, നിങ്ങൾ എല്ലാവരും പൊറുക്കിയെടുക്കാൻ പോകുന്നില്ലേ? ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല, എനിക്ക് സ്പെഷ്യലായിട്ട് വേറെ തന്നെ വരുന്നുണ്ട്, എൻ്റെ മോനെ കൊടുത്തയക്കുന്നുണ്ട്. നമ്മളാകുന്ന മക്കൾ ഉപ്പാക്കും ഉമ്മാക്കും അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാവണം. 2. 3-മത്തത് വത്തസദ്ദഖു അൻഹുമാ, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക. മരിച്ചുപോയവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക. ഇന്ന സ്വതക്ക